ഈശോയുടെ ഒരു നിലപാട് എന്താണെന്നറിയാമോ? ഈ മെറിറ്റില്ലാത്തൊരു വിഷയം വന്നാൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇപ്പം നിനക്ക് ജോലിയില്ല, വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, അപ്പം നിന്നെ രോഗം സുഖമാക്കുന്നില്ല, ഇല്ല എന്നാണ് അവസാനിക്കണമെങ്കിൽ ഇല്ല. നിന്നോട് ചോദിക്കുന്ന ക്ഷേമത്തിന് ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. മെറിറ്റില്ലല്ലോ അവിടെ. ഇപ്പോൾ ഉദാഹരണത്തിന് 21:5 വായിച്ചപ്പനെ യോഹന്നാൻ 21:5 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? വെളുപ്പംകാലത്ത് വന്ന് കർത്താവ് ചോദിക്കുന്ന അപ്പോസ്തലന്മാർ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാ. പകൽ മീനില്ലാഞ്ഞിട്ടാ. ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ ചില സമയത്ത് ചില രാശിക്ക് മീനുണ്ടാകത്തില്ല, രാത്രി മാത്രമേ മീനുണ്ടാകത്തുള്ളൂ. കാര്യം കടലിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഈ സമയത്ത് കടലിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ വരത്തില്ല. അപ്പോൾ അത് താഴെപ്പോയി നിൽക്കും. പിന്നെ സൂര്യൻ അസ്തമിച്ച് വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളമല്ല അവസാനം തണുക്കണത്. അപ്പോൾ ഒരു 9 മണിയായി കഴിയുമ്പോഴൊക്കെ വെള്ളം തണുത്ത് തീരത്തുള്ളൂ. കടലിലെ വെള്ളമാണല്ലോ ആദ്യം ചൂടാകണത്, അത് അവസാനം തണുക്കണതും വെള്ളം തന്നെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഈ 9 മണിയാകുമ്പോഴൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ചൂടൊന്നും കുറയത്തുള്ളൂ രാത്രി. അപ്പോഴാണ് മീൻ വരണത്. അതുകൊണ്ട് ഇവർ രാത്രി പണിക്ക് പോയിരിക്കണതിൻ്റെ കാര്യം അതാ. അപ്പം അവർ പറയും രാത്രി മുഴുവനും പണി പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, വെളുപ്പിനെയാണ് ഈശോ വരുന്നത്. അപ്പം ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. വളരെ മാനുഷികമായൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളോട് ഈശോ ചോദിക്കുന്ന ചോദ്യമല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇല്ലെന്ന് പറയും. ഞാൻ കുറേ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്കും കിട്ടിയില്ലെന്ന് പറയും. അല്ലേ? അതാണ് സംഭവം. അതുതന്നെ ഇത് അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കണതേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണം ആയോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറേ ചെക്കന്മാരെ കണ്ടു, ഒന്നും ഒത്തില്ല, ശരിയായില്ലെന്ന് പറയും. അതാണ് ഉത്തരം. അതാണ് നിങ്ങളുടെ ഈ വചനം വായിക്കണം കേട്ടോ. അതായത് മെറിറ്റ് ശരിയായില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. മെറിറ്റിൽ ഒത്തില്ല. അതായത് 21:5 എന്താണ്? ഉഷസ്സായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ വന്നു നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈ ചോദ്യം ഇന്നും തുടരുകയാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുക, നാളെ വീട് വെക്കണില്ലേ? വീട് വെച്ചോ? ഇല്ല. പല അപേക്ഷകളും പഞ്ചായത്ത് വെച്ചു, ലൈഫ് മിഷന് അപേക്ഷ വെച്ചു, ഇപ്പോഴും നമ്മുടെ അപേക്ഷ എടുത്തിട്ടില്ല. ഇല്ല എന്നാണ് വരണമെങ്കിൽ. നിങ്ങളുടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഇല്ല എന്ന്. കണ്ട, ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നുവെച്ചാൽ മെറിറ്റിൽ നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം. 21:5 ഇല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഇന്നും ചോദിക്കല്ലേ. അപ്പം നമ്മൾ 13:8 13:8 എന്ന് വായിച്ച മക്കളെ. ഹെബ്രായർ 13:8 ശ്രുതികട്ടെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒന്ന് വായിച്ചേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പൊ ആള് മാറിയിട്ടില്ല. ഇന്നലത്തെ ആള് തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ആള് തന്നെയാണ് ഇന്ന് നിന്നോട് വീട് വെച്ചില്ലേ എന്ന് ചോദിക്കണത്. സെയിം പേഴ്സൺ. മനസ്സിലായില്ലേ? ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ, മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് നിന്നോട് കല്യാണം ഒത്തില്ലേ എന്ന് ചോദിക്കണത്. ആ കാര്യം എന്താണ്? ഹെബ്രായർ 13:8 അതിൻ്റെ വചനം. എന്താണ്? യേശുക്രിസ്തു പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ. എന്നാ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവനെന്ത് പറഞ്ഞു? ഇനി വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക. അപ്പം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ബൈബിൾ എപ്പോഴും ഇടതുവശവും വലതുവശവും പറയണത് ദൈവത്തിന് ഇടതുവശം വലതുവശം ഉള്ളത് കൊണ്ടല്ല,
നന്മയുടെ പക്ഷമാണ്. ഇപ്പം മനുഷ്യപുത്രൻ തൻ്റെ മാലാഖമാരുടെ കൂടെ സന്നിധാനത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഉപേക്ഷനാവെന്ന് പറഞ്ഞില്ലേ? അപ്പം പിതാവിന് വലതുവശയുടെ ദിവസം ഉണ്ടായിട്ടല്ല, അത് നന്മയുടെ പക്ഷം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറയണത്. എന്നുവെച്ചാൽ എന്നിട്ട് പറയും, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറിറ്റിന് ഇവിടെ ഇടതുവശം എന്നാണ് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? യോഗ്യതയ്ക്ക് ഇടതുവശവും വരപ്രസാദത്തിന് വലതുവശവുമാണ് പറയുന്നത്. കാരണം അധ്വാനിച്ചില്ലേ രാത്രി അല്ലേ? ഇപ്പം രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനിച്ചതിന് ശേഷം അവർക്കത് കിട്ടിയില്ലല്ലോ, അവിടെ മെറിറ്റിൽ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ഇനി വരപ്രസാദത്തിലേക്ക് മാറാൻ പറയും. വരപ്രസാദ ജീവിതത്തിൽ ഉടമ്പടിയോടുകൂടി നിങ്ങൾ വലതുവശത്തേക്ക് മാറുകയാണ്. എങ്ങനെയാണ്? വരപ്രസാദ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം നമ്മൾക്കൊരു ഉറപ്പ് വരുത്തണം, നമ്മൾ വലതുവശത്ത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എബ്രാഹത്തിനോട് പറയും, നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കുറ്റമറ്റവനായിരിക്കണം. അതായത് ഈ വലതുവശമാണ്. ചില കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വലതുവശവും ഇടതുവശവും അവിടുത്തെ പ്രശ്നം എന്താണ്? കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധീകരണ നടപടികളൊക്കെ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല, 2 ആഴ്ച കൂടുമ്പോൾ കത്തോലിക്കരാണെങ്കിൽ നിങ്ങളെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉദ്ദേശം കൃപ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാര്യം ദൈവത്തിന് ഏത് സമയത്തും ഏത് കണ്ടീഷനിലും ഈ ഡാളിച്ചയുടെ വിഷയം കണ്ടില്ലേ? നമുക്ക് തലമരവിച്ച് ശരിക്കും പറഞ്ഞാൽ 100 കൊല്ലം കന്യാധീനപ്പെട്ടപ്പോൾ പുരയിടം 5 പുരയിടങ്ങളാണ്. അതിൽ 3 തിരിച്ചു പിടിച്ച് 3 മാസത്തിനുള്ളിൽ. ഉടമ്പടിയുടെ 3 മാസം ആയുള്ളത്. അപ്പോൾ അതിനെ 3 തിരിച്ചു പിടിച്ച്. എത്രയോ വർഷം ഇത് കിടന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേ എന്താ സംഭവിച്ചത്? അവരുടെ ഉള്ളിൽ തന്നെ കർത്താവ് ഒരു പ്രേരണ കൊടുത്തു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടണത് അവിടെ ഉള്ളിലും കർത്താവ് ഒരു പ്രേരണ കൊടുക്കും. അതാണ് നമ്മൾ 16:26 വായിച്ചത്. കല്ല് പോലത്തെ ഹൃദയം മാറ്റിയിട്ട് ശിലാതുല്യമായ ഹൃദയം മാറ്റിയിട്ട് മാംസള വായിച്ചവനെ ശ്രദ്ധിക്കട്ടെ. എസെക്കിയേൽ 36:26. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അതായത് നമ്മൾ ആരാണ് നമുക്ക് അഡമൻ്റായിട്ട് നിൽക്കണത്, ആ ആൾക്കാരെ ഈശോ ചേഞ്ച് ചെയ്യും. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഇപ്പം ഡോണ എന്ന് പറഞ്ഞ് കടത്തുരുത്തിലൊരു മോഡ് സാക്ഷ്യം പറഞ്ഞു. അവർ അയർലൻഡ് പ്രോസസ്സിലിരിക്കുകയും പെട്ടെന്ന് അവളുടെ പാസ്പോർട്ട് റിജക്റ്റായി. പാസ്പോർട്ടിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റായി. അപ്പോൾ ഉടനെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു പുതിയ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് പോകാനാണെങ്കിൽ സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. അതിനോട് പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ 1 മാസം എടുക്കും. അപ്പോൾ ഇവൾ അപ്പോൾ വിറച്ചു പോയി. രാത്രി 10 മണിക്ക് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിറച്ചു പോയി. കാര്യം ഈ പാസ്പോർട്ട് എടുത്താൽ 1 മാസം കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർ രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോകും. പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ താഴത്തെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ പറയും ഇതിന് മിസ്റ്റേക്കൊന്നുമില്ല, അവന്മാർക്ക് തോന്നിയതാണെന്ന് പറയും. എംബസി ഇരിക്കുന്നവന്മാർക്ക് തോന്നിയതാണ്, ഇതിൽ മിസ്റ്റേക്കൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതിനേക്കാൾ കൺഫ്യൂഷനാകും. എന്താ കാര്യം? അവർ സമ്മതിക്കുക, അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് ഇവന്മാരിവിടെ നിന്നിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇവരുടെ ജീവിതം കട്ടപ്പുക. അപ്പോൾ പ്രശ്നമായി. ഇവർക്ക് ഉടനെ പരിശുദ്ധാത്മാവ് തലക്കിട്ടൊന്ന് ചെറുതായിട്ടും തൊണ്ടിച്ചും പറഞ്ഞ് നേരെ മോളിക്കരി പോകാൻ പറഞ്ഞു. അതാണ് ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വേണമേ.
അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഇവളുടെ കൂടെ ആരുമില്ല, അവൾക്ക് തന്നെത്താൻ തോന്നിയതാണ് ഇതിൻ്റെ മുകളിൽ ഹയർ ഓഫീസറിനെ പോയി കാണണമെന്ന്. അത് പരിശുദ്ധാത്മാവ് കൊടുത്തെടുത്തോണ്ടല്ല. ഈ മനുഷ്യനെ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമില്ല. പിന്നെ ഈ പാസ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, എല്ലായിടത്തും ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, ആകെപ്പാടെ കുഴപ്പത്തിലാവും. പക്ഷെ പരിശുദ്ധാത്മാവ് തോണ്ടും. എന്നുവെച്ചാൽ പറഞ്ഞ് നേരെ മുകളിൽ ആളിരിപ്പുണ്ട് ചെല്ലാൻ പറയും. ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണ വഴിക്കായിരിക്കും ആരെങ്കിലും പറയും, അവിടെ ഇരിക്കുന്ന പേരൊക്കെ അവൾ പറയുന്നുണ്ട്, ഞാനത് പറയണില്ല, അത് ശരിയല്ലേ, ഇത് ഓൺലൈൻ ലൈവ് പോവുകയല്ലേ. ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ പേര് അവൾ പറയുന്നുണ്ട്. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ആ സാറ് എല്ലാം വെച്ച് താമസിപ്പിക്കുന്ന സാറാണ്. അതാണ് സംഭവം. ആ സാറിനെ കുറിച്ച് പറഞ്ഞവർ ചോദിച്ചോടൊക്കെ പറഞ്ഞത് അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൊല്ലം കിട്ടത്തില്ലെന്ന് പറയും. എങ്കിലും അതാണ് വെച്ച് താമസിപ്പിക്കുന്ന ആളാണ്. അതാണ് ശിരാതുല്യമായ ഹൃദയം എന്ന് പറയുന്നത് ഇല്ലേ. അതെടുത്ത് മാറ്റിയിട്ട് ഇവൾ കയറി ചെല്ലുന്ന സമയത്ത് കർത്താവ് അത് മാംസളമായ ഹൃദയമൊക്കെ മാറ്റും. പാസ്പോർട്ട് ഓഫീസറിൻ്റെ ആ ചേഞ്ചിങ് അതാണ്. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാൻ പണ്ടും ബൈബിൾ വായിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. മനുഷ്യൻ്റെ ജീവിതം അതിന്ന് കടന്നു പോകുന്ന ഇപ്പം എന്താ പറഞ്ഞില്ലേ, ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ. അതെന്താ പറഞ്ഞത്? അത് പരിശുദ്ധാത്മായി ഇപ്പം പറഞ്ഞ വചനമാണത്. പരിശുദ്ധാത്മായി ഇപ്പം പറയാം. എബ്രായർ 13:8 ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത്. ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെറിറ്റിൽ ഓവർ എംഫസിസ് കൊടുക്കരുത്. മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. വിഷയം സങ്കീർണമാണെങ്കിൽ എന്താണ്, നിങ്ങൾ അത് പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം. ദൈവിക നടപടി. ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞ് ബിടെക്കിൻ്റെ എൻ്റെ അരിയർ 24 ഉണ്ട്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ പരീക്ഷയുടെ തലേ ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഉച്ചക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹൗളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് തല കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അമ്മ പറയും നോ ഇരിക്കടാന്ന് പറയും, ഇരുന്ന് എഴുതടാന്ന് പറയും. പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മതി, ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിന്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായി ഇത് സങ്കീർണമാണ് വിഷയമെന്ന്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം. കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:9 കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായില്ലേ? അവരിപ്പം മീനും പിടിച്ചുകൊണ്ട് വരത്തില്ലേ, കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വള്ളം നിർത്തി മീനും പിടിച്ചുകൊണ്ടാണ് വരണത് ഇല്ലേ. പക്ഷെ അങ്ങനെ വള്ളം നിർത്തി മീനും പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കടലിൽ നിന്ന് പിടിക്കാത്ത ഈ വല കിട്ടാത്ത വേറെ 2-3 മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കണം കണ്ടില്ലേ. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. 153 മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത്. പക്ഷെ ആ 153 മത്സ്യം ഉണ്ടെങ്കിലും 153 155 കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. യു കാസ്റ്റ് മീ അല്ലേ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതെനിക്കറിയാം,
അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്കവിടെ ആളുണ്ട്, ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ പോകത്തുള്ളൂ. ഉണ്ടാകാം, അത് ഉള്ളത് ദൈവം തന്നതാണ്. പക്ഷേ എല്ലാ ഉള്ളായ്മയേക്കാൾ വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ. ഡിഫറെൻറ്റ് പീപ്പിൾ. മോസസ് എന്താ പറയണത്? നീ ഞങ്ങളുടെ കൂടെ വന്ന ടേക്ക് ദ വേഴ്സിക്കൽ, അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്തിനാണ് ഈ വരേണ്ടത്? ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണത്? ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്ന എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ, ഓർഡിനറി മാൻ, യു ആർ ഡിഫറെൻറ്റ് മാൻ, യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ. നിങ്ങളൊരു പ്രത്യേക ആൾക്കാരായി മാറണമെന്ന് വചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത്. വായിച്ചോളൂ. പുറപ്പാട് 33:16. ഒന്ന് പറഞ്ഞ പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന്. കൃപ നിങ്ങളെ വ്യത്യസ്തരാക്കും. കൈയിടിച്ച് കർത്താവിനോട് എന്ന് വെച്ചാൽ നിന്റെ യോഗ്യതയെ കർത്താവ് അവമതിക്കത്തില്ല. നിന്റെ ബുദ്ധി, നിന്റെ ശക്തി, നിന്റെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്, നീ 2 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? അന്യരാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മക്കൾ എന്നോട് പറയാം, അച്ഛാ 2 മണി 3 മണി വരെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ പോയ പോലെയല്ല, ക്ഷീണിച്ച്. എൻ്റെ ഇടവകക്കാരൊക്കെ പോയിട്ട് വരുമല്ലേ, അപ്പോൾ ഇങ്ങനെ കോലം തിരിഞ്ഞൊക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ ഇങ്ങനെ കൊല തിരിയേണ്ട കാര്യം എന്താണ്? എൻ്റെ അച്ഛാ രാത്രി 1 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമെന്ന്. എൻ്റെ ദൈവവേദനെ അത് മെറിറ്റാണ്, അയോഗ്യതയാണ്. അത് ദൈവം തള്ളിക്കളയത്തില്ല. നീ രാത്രി 3 മണി വരെ ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും നീ പഠിച്ച മണിക്കൂറും ഉണ്ട്. അതാണ് പറയണത്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും. അതാണ് മെറിറ്റ് കൊണ്ടുവരാൻ. അല്ലാതെ ഈശോ തന്നത് മാത്രമല്ല, നിങ്ങളുടെ അധ്വാനത്തെ അവൻ വിലമതിക്കുന്നു. നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നേടിയത് അവൻ അംഗീകരിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുക. ആദ്യം രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, പിന്നീട് ഈശോ മറ്റു തരത്തിലുള്ള വേഷം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കേണ്ട സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനം നമുക്ക് നൽകിയെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സാക്ഷികളാക്കി മാറ്റും. മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. എല്ലാ ദിവസവും കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ സൗഖ്യങ്ങൾ, ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരിടമാണത്. നിന്നെയും കർത്താവ് ഇവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പരിശുദ്ധന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ്. അച്ഛൻ നിന്നോട് പറഞ്ഞത്, ഈശോ എന്നിലൂടെ സംസാരിച്ചത്, നീ നിലനിൽക്കണമെന്നാണ്. ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത്. മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ ദൈവം മോസസിൻ്റെ ദൈവമാണ്. നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ്. ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈ വെക്കുക. ഒരു കൈ വെച്ചാൽ മതി കേട്ടോ, ഒരു കൈ വെച്ചാൽ മതി. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കശേരികളൊക്കെ അകന്നിരിക്കുന്നവരും
നടക്കാൻ പറ്റാത്തവരും ബെൽറ്റ് ഇട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക. എൻ്റെ കൈ കർത്താവിന് കൈയാക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാനീ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്താടുന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടിടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മട്ടിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര ഇറ്റ് വീഴുന്നത് കർത്താവേ വിശ്വാസത്തിന്റെ മനസ്സിൽ ഞങ്ങൾ കാണുകയും ഏറ്റുപറയുകയും ആത്മീയ രക്തം, ആ കൃപയുടെ രക്തം ഇപ്പോൾ നിന്റെ നാഥനും രക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ തളിക്കണമേ. ഉള്ളംകാൽ മുതലേ ഉച്ചവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള മുഴുവൻ രോഗങ്ങള് വാതരോഗങ്ങള് എല്ലാ വിധത്തിലുള്ള അലർജി രോഗങ്ങള് അവയവത്തിലുണ്ടാകുന്ന അവയവ രോഗങ്ങള് ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേടേ സുഖമായിരം എന്റെയുള്ളം അരികിൽ വരേടേ സദയം തൊടേടേ സുഖമായിരം എന്റെയുള്ളം. എൻ്റെ മകളെ സന്തോഷമായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന ആരാധന ഇത് ഓൺലൈനിൽ എപ്പോൾ കൂടിയാലും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. തൊലിഞ്ഞു പൊളിഞ്ഞു പോകുന്നവർ, വിസർപ്പ രോഗികൾ, അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എല്ലുന്തി നിൽക്കുന്നവരെ, എല്ലിലും മുഴയുള്ളവരെ, മാംസത്തിൽ മുഴയുള്ളവർ, സിസ്റ്റുള്ളവർ, അവരെല്ലാ ഇടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലുള്ളവർ ഈ ആരാധന കൂടുന്ന നിമിഷം എപ്പോഴാണോ അപ്പോഴ് നിങ്ങൾക്കുള്ള രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവയവങ്ങൾ വളരാത്തവരുണ്ട്. 2 അവയവങ്ങളുണ്ടെങ്കിൽ ഒന്ന് വളരും, ഒന്ന് വളരത്തില്ല. അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരുണ്ട്. മുട്ടിക്കൊഴിഞ്ഞ് വല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും തല
ശരീരം ചൂടായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. ശരീരത്തിൽ ഇങ്ങനെ അകത്ത് കുറേ പേശികൾ ബലം പോയിട്ട് അത് ചുമ്മാ വളരുന്ന ചില പേശികൾ, ചില കോശങ്ങൾ വെറുതെ വളരുന്നു. അത് ആവശ്യമില്ല. അത്രയും ജനറ്റിക്കലായിട്ട് അറുതി വിട്ട് വളരുകയാണ് അകത്ത്. അതുകൊണ്ട് ചില ശരീരങ്ങൾ ചിലയിടത്തൊക്കെ പൊങ്ങിയിരിക്കുന്നു, ആവശ്യമായ ആ സ്ഥലത്ത് ആവശ്യമായ ബലമില്ലാണ്ടിരിക്കുന്നു. ആ വ്യക്തികളെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നന്ദി പറയുന്നു. നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഒരു നിമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ മുതുകില്ലേ, മുതുക് ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലേ? അപ്പം മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശേരികൾക്കെല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം. ചിലപ്പോൾ അവർ സ്ഥിരം നീതി കെട്ടി കിടന്നിട്ട് കല്ലിച്ച് പോയവരുണ്ടാകാം. ചിലപ്പോൾ അത് വെച്ച് എപ്പോഴും ആ ഭാഗം പൊള്ളുന്നവരുണ്ടാകാം. അവരെയൊക്കെ അവിടെ എല്ലാം കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ കർത്താവേ. കല്ലച്ചു പോയ ശരീരപ്പാടുകള്, ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങള്, കല്ലച്ചു പോയ സ്ഥലങ്ങള് യേശുവിന്റെ നാമത്തില് മാർദ്ദമുള്ളതാകട്ടെ. ശ്രുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. സ്രാവരോഗികളെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്രാവരോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ, മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ, അഡിനോയിഡുകാർ ഒക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം വരുന്നവരുണ്ടാകാം, ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം, അതിൻ്റെ പിടുത്തങ്ങൾ പോയ ആൾക്കാരുണ്ട്. അവരുടെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത്, അവർക്ക് സമാധാനം സന്തോഷമില്ല ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ, വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. വെരിക്കോസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബ്ലീഡിംഗ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ ക്രിസ്ത്യനോ കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവര്, കണ്ണിൽ എപ്പോഴും കരുവരിപ്പ് തോന്നണവര്, മുക്കിൽ ദിശ വളരുന്നവര്,
തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് കൈകാലുകൾ കോഞ്ഞു പിടിക്കുന്നവരെ, കൊച്ചു വലിക്കുന്നവരെ, വ്യത്യസ്തമായ കാരണങ്ങളാൽ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവരെ, പേശി ഉറക്കാത്തവര്, തല ഉറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങള്, നടക്കാത്ത കുഞ്ഞുങ്ങള്, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങള്, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങള്, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവര്, ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ സുഖമായി പ്രസവിക്കും, നല്ല കുഞ്ഞിനെ പ്രസവിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതും അവർ 7-8 മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല, ഭക്ഷണം കിട്ടത്തില്ല, കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു. പക്ഷെ ദൈവം ആ കുഞ്ഞിനെ 3 കിലോ തൂക്കത്തിലാണ് അത് പ്രസവിച്ചത്. ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ്. ആ ഗർഭിണിയായ സമയം മുതൽ 8 മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം കിട്ടാനാണ്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പല 10-850 ഗ്രാം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് 3 കിലോനുണ്ടായി. അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല. ലോകത്തിൻ്റെ കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ്, അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും. അതാണ് ഉടമ്പടി. കർത്താവേ, ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവരുടെ വീടിനെ കർത്താവേ സംഹാര ദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാളിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്നഗോറിൻ്റെയും അതുപോലെ തന്നെ ബൽത്താസറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിൽ ദൈവദൂതനെ പോലെ നിന്നതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിൽ അമ്മ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സിമന്റ് ഗോഡൌണിൽ കർത്താവെ പട്ടികളെ പോലെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ അവകാശ പോരാട്ടങ്ങളെ കർത്താവെ ഈജിപ്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്ന പോലെ ആ മക്കളെ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിലനിർത്താൻ, അവരെ വളർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും കർത്താവെ, അവരെ ഉയർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും, ഈ വിഷയം കർത്താവ് ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മന്ത്രിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ജനനേതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവോപരി സമര പന്തലിൽ കർത്താവ് അധോരാത്രം സഹന സമരം നടത്തുന്ന സമര നേതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചേച്ചിമാരെയും പെങ്ങന്മാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംഘാടക സമിതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എവിടെയെല്ലാം കടൽ കയറുന്നുവോ, എവിടെയെല്ലാം മക്കളുടെ ജീവിതം അവതാളത്തിലാകുന്നു, അവിടെയെല്ലാം സത്വര നടപടികൾ, അടിയന്തര നടപടികൾ എടുക്കാൻ കർത്താവെ. വഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ, ഉരുളുപൊട്ടിയ സ്ഥലങ്ങൾ, പ്രളയം കയറിയ സ്ഥലങ്ങൾ, 6 കരകവിഞ്ഞ സ്ഥലങ്ങൾ, മഴപ്പെയ്ത്തിലും കർത്താവെ മേഘവിസ്ഫോടനത്തിൽ കർത്താവ് മുങ്ങിപ്പോയ വീടുകൾ, എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും കർത്താവ് ബലിയാടെ ജീവിക്കുന്നവര്, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. ഹൈ റേഞ്ചിൽ താമസിക്കുന്നവര്, അതുപോലെ തന്നെ എല്ലാ അടിവാരങ്ങളിൽ താമസിക്കുന്നവര്, കടലോരങ്ങളിൽ താമസിക്കുന്നവര്, എവിടെയെല്ലാം ജനങ്ങൾ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ.
യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്കും അനുഭവേദ്യമാക്കണമേ. ഹല്ലേലൂയ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമായിട്ടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇന്നലെ പരീക്ഷ എഴുതിയവരുണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒറ്റക്ക് വീട്ടിൽ നിന്നൊക്കെ വന്ന് ഈ അൾത്താരെ മുട്ടുകയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അവർ ഇന്നലെ പോയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എഴുതാൻ പോകുന്ന മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ ഭാഗോടമ്പടി നടക്കേണ്ട വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ PSCO എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിവിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ, ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം ഏറ്റെടുത്തിട്ട് ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം നിരാരംഭരായിട്ട് ജീവിതത്തിലെ ആ ഒരു വിഷയം കാത്തിരിക്കുന്നുണ്ടോ, അവരെല്ലാം കണ്ണീർ തുറച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആശ്വാസം കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. മക്കളെ, വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സാമ്പത്തികമായ ബാധ്യതകൾ വന്നുപോയവര്, പല കാര്യങ്ങളും അവർക്കറിയാം അവരെ കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഈ ദിവസങ്ങളൊക്കെ 4 കോടി കടവുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഓർക്കുകയാണ് അച്ഛൻ. ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു. അവർക്കെല്ലാം അന്ത്യനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. അവരുടെ നടപടിയെല്ലാം കർത്താവിന് സമർപ്പിക്കുകയാണ്. നമ്മൾ വീടില്ലാത്തവരെ, വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ, അതിൻ്റെ കമ്മീഷൻ, അതിൻ്റെ കമ്മിറ്റികൾ കൂടുന്ന സമയം എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും ന്യായമായി അവകാശപ്പെട്ട എല്ലാവർക്കും, ന്യായമായി യോഗ്യതയുള്ള എല്ലാവരെയും കർത്താവ് ഈ അൾത്താറയിലെ അവർ ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും അവരെ കണ്ണീരോടെ സമർപ്പിക്കുന്നു. ഈശോ, അങ്ങിൽ ആശ്രയിക്കുന്ന മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴാശുപത്രി കിടക്കുന്നവരും വെന്റിലേറ്ററിൽ കിടക്കുന്നവരും കർത്താവെ, ഈ നിമിഷം കർത്താവെ, ഈ ആഴ്ചയിൽ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ച ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ കർത്താവെ ഒരു പ്രഗ്നൻ്റ് ആകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവരെ എല്ലാവരും ആശീർവദിക്കട്ടെ, എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പ്രിയമുള്ളവരെ, കല്യാണം ഒത്തുവരാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം.
ചേട്ടന്മാരെ 37 വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കും. കല്യാണം ഒത്തുവരാത്തവർ, കല്യാണം കെട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായിപ്പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. കേസിന് പോകണോ അദാലത്തിന് പോകണോ ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ. അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു. ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, തിരിച്ചു വരുന്നവരുണ്ട്, വിസ ഇപ്പോഴും കിട്ടാത്തവരുണ്ട്, ഇപ്പോഴും OCT പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെല്ലാം ഈ നിമിഷം ഓർക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ, വീട് വെൽപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട്. അവരെ കർത്താവിന് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. ഈ ആഴ്ച നടക്കുന്ന ഒത്തുകല്യാണമുണ്ട്, കല്യാണ ആലോചനകളുണ്ട്. അതെല്ലാം കർത്താവെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയെ തന്നെ മനസ്സിലോർക്കുക. മൗനമായി സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഏതെങ്കിലും വിഷയം. ഇപ്പോൾ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ഈശോ കാണിക്കുന്നുണ്ട്. കളർ കയറി, ശരീരത്തിന് കളർ കയറിയ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ കളറിലെ ഒരു തവിട്ട് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ ഒക്കെ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റെഡ് കളർ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കളർ വ്യത്യാസം മോശമായ രോഗമാണ്. കർത്താവ് അതിനെ സുഖപ്പെടുത്തുന്നുണ്ട്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഈ ആഴ്ചയിൽ കടകമ്പോളങ്ങളിൽ കച്ചവടമില്ലാതെ കിടക്കുന്നവർ, എന്തുമാത്രം കടകമ്പോളങ്ങളിലാണ് കച്ചവടമില്ല, കടകളിൽ കച്ചവടമില്ലാതെ അവർ വൈകുന്നേരം വരെ ഇരിക്കണത്. 10,000-40,000 വിറ്റ ഇടത്തരം കച്ചവടം പോലും ചിലപ്പോൾ 4,000 രൂപ പോലും വിൽക്കാതിരിക്കുന്നുണ്ട്. ആ മേഖലയിലൊക്കെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണം. അല്ലെ എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റും, പിള്ളേരെങ്ങനെ പഠിപ്പിക്കും, ആ പാട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ഇപ്പോഴേ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ ആഴ്ചയിൽ തീസിസ് സമർപ്പിക്കുന്നവരെ, PhDക്ക് ഇതുവരെയൊക്കെ ഇതിന് ശരിയായിട്ടുള്ള ഗുരുവിനെ കിട്ടാത്തവർ, ഗൈഡിനെ കിട്ടാത്തവരെ, ഈ ആഴ്ചയിൽ വായുവായുള്ളവരെ, പ്രസൻറ്റേഷന് വേണ്ടി ഒരുങ്ങുന്നവരെ, പ്രോജക്റ്റ് കിട്ടാത്തവരെ, പ്രോജക്റ്റിന് ആളെ കിട്ടാത്തവർ, അത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കിട്ടാത്തവരെ, പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് വിഷമിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കലഹങ്ങളെ, ഭിന്നതകളുള്ളവരും കേസുകളിലേക്ക് പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, എല്ലാം സാക്ഷ്യമാക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോ
സമാപനാശീർവാദം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,